ഇന്ന് ഈ തോട്ടത്തിലെ വിളവെടുപ്പാണ്. ഇത് ഇന്ന് വെട്ടി എടുക്കുന്ന കരിക്കുകളാണ്. ഹോൾസെയിലുകാർ വന്ന് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ തെങ്ങിൻ്റെ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ എല്ലാ തെങ്ങിൻ്റെയും കൂടെ നമുക്കൊരു 2000 കരിക്കോളം ഇന്ന് വരും. നമസ്കാരം. എൻ്റെ ഈ പുരയിടത്തിൽ എനിക്ക് പലവിധ കൃഷികളുണ്ട്. അതിൽ ഫ്രൂട്ട്സുകൾ പലതുണ്ട്. മംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ പലവിധ ഫ്രൂട്ട്സ് ഉണ്ട്. അതുകൂടാതെ മെയിനായിട്ട് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് തെങ്ങാണ്. ഇതിൽ 5 ഏക്കറോളം തെങ്ങ് തന്നെയാണ്. തെങ്ങിൻ്റെ അകത്ത് കമുക് നട്ടിട്ടുണ്ട്. മോഹിത് നഗർ എന്ന് പറഞ്ഞ വെറൈറ്റി കമുക് നട്ടിട്ടുണ്ട്. തെങ്ങ് ഏറ്റവും നല്ല, ഞാൻ നട്ട സമയത്ത് ഏറ്റവും നല്ല ഹൈബ്രിഡ് വെറൈറ്റിയായ കേരശങ്കര എന്ന് പറഞ്ഞത് കാസർഗോഡ് CPCR ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അതിന് ഇവിടെ കോട്ടയം ജില്ലയിലാകുമ്പോൾ അതിന് ചെല്ലുകുത്തിൻ്റെ അസുഖം കാര്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും അതിന് വേണ്ട മരുന്നുകൾ പ്രയോഗിക്കണം. ഈ കേരശങ്കരയ്ക്ക് ഒരു ഗുണമുള്ളത്, ഇത് തേങ്ങയായിട്ടും കരിക്കായിട്ടും നമുക്ക് കൊടുക്കാം. ഞാനിവിടെ കൂടുതലും കരിക്കായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, ഈ കേരശങ്കരയിൽ ഒരു കൊലയിലുള്ള എണ്ണ ചിലപ്പോൾ കൂടുതലായിരിക്കും. 25, 30, 35 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കായ തേങ്ങ ആകുമ്പോഴത്തേക്കും ആ കൊല ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതിനെ ഞാൻ കരിക്കായിട്ട് കൊടുക്കുകയാണ്. പിന്നെ കരിക്ക് വെട്ടി മാറുമ്പം തെങ്ങിന് അത്രയും ലോഡും കുറഞ്ഞു നിൽക്കും. പിന്നത്തെ കൊലയിൽ കായ കൂടുതലുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. തന്നെയല്ല, അത്രയും കുറച്ച് വളം ചെടി അബ്സോർബ് ചെയ്യുന്നുള്ളൂ കരിക്കാവുമ്പോൾ വെട്ടി മാറുന്നതിനാൽ. കാരണം കരിക്ക് കൊടുക്കുന്നതാണ് കൃഷിക്കാരനെ സംബന്ധിച്ച് ലാഭകരം. ഞാനിവിടെ 33 രൂപ, 34, ലോക്കലി 35 രൂപയും ഹോൾസെയിലുകാർക്ക് 33 രൂപ റേഞ്ചിലും കരിക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോൾ എനിക്കിവിടെ 250 തെങ്ങോളുണ്ട്. ഒരു പ്രാവശ്യം ഇട്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2000 കരിക്കോളം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ 35-40 ദിവസമാകുമ്പോൾ അവർ വന്ന് കൃത്യമായിട്ട് വെട്ടിക്കൊണ്ട് പോകും. ഹോൾസെയിലുകാരാണ് ചെയ്യുന്നത്. നമ്മൾ കൊല്ലത്തിലൊരു 10 പ്രാവശ്യം ആ ഒരു കണക്കിൽ എനിക്ക് കരിക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത് നേരത്തെ ഒരു റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് റബ്ബറിന്റെ വിലക്കുറവും കാരണം റബ്ബർ കൃഷി എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് റബ്ബർ കൃഷിയോ അല്ലെ കൃഷിയോ ഉപേക്ഷിച്ച് നിരാശനാകാതെ ഇത് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് എനിക്ക് തെങ്ങ് കൃഷിയെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നത്. കാസർഗോഡ് CPCRലെ സയന്റിസ്റ്റുമാരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ തെങ്ങിൻ്റെ ഇനമെല്ലാം സെലക്ട് ചെയ്തു. ഇവിടെ കൃഷി ആരംഭിച്ചു. ഈ തെങ്ങ് കൃഷിയിൽ പല ഗുണങ്ങളുണ്ട്. നമുക്ക് തേങ്ങ ഉണ്ടാകുന്ന തേങ്ങയായിട്ട് കൊടുക്കാം, കരിക്കായിട്ട് കൊടുക്കാം, തേങ്ങ പൊതിച്ച് വീട്ടാവശ്യങ്ങൾക്ക് കൊടുക്കാം, ഉണക്കി കൊപ്രയായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ആട്ടി എണ്ണയായിട്ട് കൊടുക്കാം. ഇതെല്ലാം അഡീഷണൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ പക്ഷേ ഇതിലേക്ക് പോകുന്നതിന് ഞാനിവിടെ കരിക്കായിട്ട് കൊടുക്കുകയാണ്. ഈ കരിക്ക് മാർക്കറ്റിൽ അധികം കോമ്പറ്റീഷൻ ഇല്ല. കൂടുതൽ ആൾക്കാരും തേങ്ങയും കൊപ്രായും വെളിച്ചെണ്ണയായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഞാനത് കരിക്കായിട്ട് കൊടുക്കുന്നത്. കരിക്കിന് സാധാരണ ആരും മനസ്സിലാക്കാത്ത കൂടുതലൊരു മാർക്കറ്റുണ്ട്. കരിക്ക് കൃഷി വളരെ ലാഭകരമായിട്ടുള്ളൊരു ഇടപാടാണ്. ഞാൻ ഈ തെങ്ങിൻ തൈകൾ നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 6 കൊല്ലമായി. 6 കൊല്ലം മുമ്പ് ഞാൻ കാസർഗോഡ് CPCRയിൽ നിന്ന് തൈകളെടുത്തു. അന്ന് CPCRയിൽ നിന്ന് എനിക്ക് ഒരു തൈക്ക് 250 രൂപയ്ക്കാണ് കിട്ടിയത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷനും ബാക്കി ചിലവുകളെല്ലാം കൂടെ 100 രൂപ അഡീഷണൽ വന്നു. അപ്പോൾ ഒരു 350 രൂപ അടുത്ത് ഒരു തൈക്ക് കോസ്റ്റ് വന്നു. പിന്നെ ഇത് തെങ്ങിന് കുഴിയെടുത്ത് 1 മീറ്ററോളമുള്ള കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് അടിസ്ഥാന വളങ്ങൾ, ചാണകം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇത് എല്ലാം ചേർത്ത് കുഴി മൂടി അതിനുശേഷം പിള്ളക്കുഴി എടുത്ത് അതിലാണ് തൈ വെച്ചത്. അപ്പോൾ അന്ന് പ്ലാന്റിങ് എല്ലാം കൂടെ ഒരു 550 രൂപ 600 രൂപ ഒരു തൈക്ക് കോസ്റ്റ് വന്നതാണ്. ഈ തൈകൾ ഹൈബ്രിഡ് വെറൈറ്റി ആയത് കാരണം കൃത്യം 3-ാം കൊല്ലം എനിക്ക് ചൊട്ടയിട്ട് തുടങ്ങി. അപ്പം ആ കണക്കുകളെല്ലാം കൃത്യമാണ്. ഇവിടെ ഏകദേശം 1 മാസം പ്രായമുള്ള തൈയാണ്, 1 കൊല്ലം പഴക്കമുള്ള തൈയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം 3-ാം കൊല്ലം ആകുമ്പോഴത്തേക്ക് കൃത്യം നമുക്ക് അതിൽ നിന്ന് കായ കിട്ടി തുടങ്ങി. ഈ തെങ്ങ് കൃഷിയിൽ ശരിക്കും വളപ്രയോഗം എന്ന് പറയുന്നത് ഓരോ ഓലയ്ക്ക് ഒരു കൊല വരും. അതാണ് ശരിയായ ശക്തിയുള്ള ഒരു തെങ്ങിൻ്റെ ലക്ഷണം. അപ്പം ഒരു ഓലയ്ക്ക് ഒരു വളപ്രയോഗം എന്നല്ല, അതായത് മാസം ഏകദേശം ഒരു വളപ്രയോഗം, ഒരു കൊല്ലത്തിൽ മിനിമം ഒരു 10 വളപ്രയോഗം. നമ്മളൊരു ആണ്ടിൽ ചെയ്യേണ്ട വളം സ്പ്ലിറ്റ് ചെയ്ത് 10 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അത് കൂടാതെ കൊല്ലത്തിലൊരു 4 പ്രാവശ്യം മണ്ണ് പരിശോധിച്ചിട്ട്, ഇതിവിടെ അസിഡിറ്റി ഉള്ള മണ്ണാണ്, അത് കാരണം ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം ഓരോ കിലോ ഡോളോമേറ്റ് വെച്ച് തെങ്ങിൻ്റെ ചുവട്ടിൽ ചേർക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 500 ഗ്രാം പൊട്ടാഷ്, 250 ഗ്രാം ഫോസ്ഫറസ്, യൂറിയ ഒരു 250 ഗ്രാം, ഇത് ഇത് 3 കൂടെ കൂട്ടിയിട്ട് കൊല്ലത്തിലൊരു 4-5 പ്രാവശ്യം ചേർക്കും. അതുകൂടാതെ മഗ്നീഷ്യം, സിങ്ക് സൾഫേറ്റ്, ബോറാക്സ് ഇത് 3 കൂടെ മിക്സ് ചെയ്ത് അതും കൊല്ലത്തിൽ 2 പ്രാവശ്യം ചേർക്കും. പിന്നെ കൊല്ലത്തിൽ 1 പ്രാവശ്യം
ഇതിന് ഉപ്പ് ചേർക്കും. മഴയ്ക്ക് മുമ്പ് ഉപ്പ് ചേർക്കും. ചുവട്ടിൽ 1 കിലോ ഉപ്പ് വെച്ച് എല്ലാ തെങ്ങിനും ചേർക്കും. പിന്നെ കോഴിവളം കിട്ടുന്ന സമയത്ത് മഴക്കാലത്ത് ഒരു പ്രാവശ്യം കോഴിവളം ചെയ്യും. ഇത്രയാണ് ഞാൻ ഇതിന് ചെയ്യുന്ന ഒരു കൊല്ലത്തിൽ. ഏകദേശം ഒരു 10 മാസം 10 പ്രാവശ്യം നമ്മൾ തെങ്ങിന് വളപ്രയോഗം ചെയ്യുന്നുണ്ട്. ഈ തെങ്ങിൻ തോട്ടത്തിലെ വളപ്രയോഗത്തിന് വേണ്ടി ഞാൻ എല്ലാ കൊല്ലവും ഇവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് ഇവിടെ അസിഡിറ്റി കൂടുതലാണ് ഈ കോട്ടയം ജില്ലയിൽ ഈ പ്രദേശത്തെ മണ്ണിന്. അപ്പോൾ അതിനെപ്പറ്റി ഏതൊക്കെ വളപ്രയോഗങ്ങൾ വേണമെന്നുള്ളത് ഞാനിങ്ങനെ വായിച്ചും യൂട്യൂബ് ചാനലുകളും എല്ലാം പരിശോധിച്ച് അവരുടെ അറിവുകളിലേക്കും. മെയിനായിട്ട് മീറ്റ് ദ ലെൻസ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ കൃഷി പ്രയോഗങ്ങളെ പറ്റി വളരെ നല്ല വീഡിയോകളുണ്ട്. അതിൽ തന്നെ റിട്ടയർഡ് കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളയ്ക്കലിൻ്റെ തെങ്ങിന് എങ്ങനെയൊക്കെ വളപ്രയോഗം ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഞാൻ ഇതിന് വേണ്ട വളപ്രയോഗങ്ങൾ അവരുടെ എല്ലാ സജഷൻസ് സ്വീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് അസുഖങ്ങളായിട്ടുള്ളത് മെയിനായിട്ടുള്ള ചെല്ലിയുടെ ആക്രമണമാണ്. ചെമ്പൻ ചെല്ലി ഇതിന് വളരെ ശല്യമായിട്ടുള്ളൊരിതാണ്. എല്ലാ മാസവും അതിനുള്ള മരുന്ന് നമ്മൾ ചെയ്യുന്നതാണ്. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമുണ്ട്. എല്ലാ മാസവും അതിനുള്ള പെസ്റ്റിസൈഡ് ഇതിൻ്റെ കവിളിലൊഴിക്കും. പിന്നെ തെങ്ങ് ചെറുതായിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ കവിളുകളിൽ ഈ റംബുട്ടാനൊക്കെ ഇടുന്ന വല ചുരുട്ടി വെച്ചാൽ, ഇല്ലെങ്കിൽ വല കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ ഈ ചെമ്പൻ ചെല്ലിയോ കൊമ്പൻ ചെല്ലിയോ വന്നാൽ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പോകത്തില്ല. അത്തെ പറ്റി പിടിച്ചിരിക്കും. അവൻ്റെ കാലത്തെ പിടിച്ചു പോകും. പിന്നെ അതിനെ എടുത്ത് കൊന്ന് കളയുക, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പക്ഷെ അത് ഇത്രയും വലിയ തെങ്ങയിൽ ഇത്ര എണ്ണം ആകുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിതിന് എല്ലാ മാസവും കൃത്യമായിട്ട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെല്ലി കുത്തി കഴിയുമ്പം മഴക്കാലം ആകുമ്പോൾ ആ കുത്തിയ പാടി കൂടെ വെള്ളം ഇറങ്ങി ഇതിനൊരു ചീക്കൽ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പം മഴക്കാലത്ത് നമ്മൾ ഫംഗിസൈഡ് അടിക്കും. സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡാണ് ഞാൻ ഇതിന് കൃത്യമായിട്ട് മഴക്കാലത്ത് ഒരു 2-3 പ്രാവശ്യം ഇതിന് കൂമ്പിൽ ഒഴിച്ചു കൊടുക്കും. അതല്ലാതെ ഇതിന് വേറെ അങ്ങനെ വലിയ അസുഖങ്ങളൊന്നുമില്ല. ഈ തോട്ടത്തിൽ ഇതുവരെ മണ്ടരിയോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും നോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തെങ്ങിൻ്റെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേനൽക്കാലത്തുള്ള ജലസേചനം. ജലസേചനത്തിനായിട്ട് ഞാനിവിടെ ഒരു പടുതാക്കുളം റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വെള്ളം ഇവിടെ ഞാനൊരു ഡ്രിപ്പ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഡ്രിപ്പ് സിസ്റ്റത്തിൽ കൂടി വന്ന് എല്ലാ തെങ്ങിൻ്റെ ചുവട്ടിലും ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് ചെല്ലും. അത് ഒരു മണിക്കൂറിൽ ഒരു 75 ലിറ്റർ ഒരു തെങ്ങിന് കിട്ടുന്ന രീതിയിൽ. അപ്പം ഒരു തെങ്ങിന് ഒരു ദിവസം 100 ലിറ്റർ എന്ന കണക്കിൽ ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂർ ആ ട്രിപ്പ് ഓടിക്കും. ഈ ഡ്രിപ്പ് സിസ്റ്റത്തിൽ തന്നെ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇത് ആദ്യത്തെ ഒരു ഫിൽറ്ററാണ്. ആ ഫിൽറ്ററിൽ നിന്ന് ഒന്ന് ഫിൽറ്റർ ചെയ്ത് വരും. അത് കഴിഞ്ഞ് ഇവിടെ ഇത് സാൻ ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്ത് കുറേ റെസിഡ്യൂസ് എല്ലാം അടക്കും. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടെ ഉണ്ട്, അത് ഡിസ്ക് ഫിൽറ്റർ. ഈ 3 ഫിൽറ്ററിൽ കൂടെ കടന്ന് ഉള്ള വെള്ളം ആണ് തെങ്ങിൻ്റെ ചുവട്ടിൽ ചെല്ലുന്നത്. കരടൊന്നുമില്ല, ട്രിപ്പ് അടഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രമ്മിൽ കലക്കിയിട്ട് അത് ഇതിൻ്റെ അകത്തൂടെ തന്നെ കയറ്റി വിടാം. അപ്പം ഈ ജലസേചനത്തോടൊപ്പം തന്നെ വളപ്രയോഗവും ഈ സംവിധാനം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടത് വളം ഇതിനു വേണ്ടിയുള്ള വളം സെപ്പറേറ്റ് ആണ്. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വളങ്ങൾ മേടിച്ച് അത് ഇതിൽ മിക്സ് ചെയ്ത് ഈ അളവിൽ കയറ്റി വിട്ടാൽ മതി. അപ്പം വളപ്രയോഗം ഇതെല്ലാം ഒരു പണിക്കാരനെ കൊണ്ട് നമുക്ക് ഈ മൊത്തം പറമ്പ് ഒരു 2-3 മണിക്കൂറും കൊണ്ട് നനച്ച് തീർക്കാം. ഈ തെങ്ങ് കൃഷിയിലേക്ക് പുതിയതായിട്ട് വരാനുള്ളവരോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെങ്ങ് കൃഷി അത്യാവശ്യം നമ്മൾ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനോ ഉള്ളൊരു കൃഷിയാണ്. പഴമക്കാർ പറയുന്ന പോലെ തെങ്ങ് നമ്മളെ ചതിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതേ തെങ്ങിനെ ആ രീതിയിൽ പരിപാലിച്ചാൽ തെങ്ങ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. തെങ്ങിന് എല്ലാ മാസവും അതിന് ചെല്ലി കുത്തുന്നുണ്ടോ, ഇങ്ങനെ ഓരോ തെങ്ങിൻ്റെയും ചോട്ടി നമ്മൾ ചെന്ന് നോക്കണം. ചെല്ലി കുത്തിയിട്ടുണ്ടോ, അതിന് വേണ്ട ചെല്ലി കുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ പ്രയോഗിക്കണം. എല്ലാ മാസവും കൃത്യമായിട്ട് വളം ചെയ്യണം. തെങ്ങിൻ്റെ ചോട് ആണ്ടിൽ 2 പ്രാവശ്യം കിളച്ച് റെഡിയാക്കണം. ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് വളരെ മികച്ച ഒരു ആദായം കിട്ടും. അപ്പം തെങ്ങ് കൃഷിയിലേക്ക് വരുന്നവർ അതിനുവേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഞാനാണെങ്കിൽ എൻ്റെ ബിസിനസ്സിനുകളുടെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വരും. ഈ മൊത്തം പറമ്പിൽ കൂടെ നടന്ന് ഓരോ തെങ്ങിൻ്റെ നോക്കും. കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ പണിക്കാരുടെ അടുത്ത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെ അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ കരിക്കിൻ്റെ ഹോൾസെയിൽ പരിപാടിയാണ് എനിക്ക്. ഞാൻ 35 ദിവസം 40 ദിവസത്തിനുള്ളിൽ അച്ഛൻ്റെ തോട്ടത്തിൽ വന്നിട്ട് കരിക്ക് വെട്ടിക്കൊണ്ട് പോകാറുണ്ട്. നല്ല കരിക്കാണ് ഇവിടുന്ന് വെട്ടിക്കൊണ്ട് പോകുന്നത്. കേരശങ്കര എന്നതിൽപ്പെട്ട കരിക്കാണ്. നല്ല വെള്ളം കൂടുതലുള്ള കരിക്കാണ്. ഞാൻ ഇവിടുന്ന് വെട്ടിക്കൊണ്ട് കായംകുളത്തും തിരുവല്ല
കൊല്ലം ഈ ഭാഗങ്ങളിലെല്ലാം ഹോൾസെയിൽ കടക്കാർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കരിക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നില്ല ഇപ്പം. എല്ലാ കർഷകരോടും എനിക്ക് പറയാനുള്ളത്, നല്ല ഇനം തെങ്ങിൻ തൈ വെച്ച് കരിക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ഇപ്പം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നല്ല ഇനം തെങ്ങിൻ തൈകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കൂട്ട് 7 വർഷം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം 2.5 വർഷത്തിൽ തന്നെ കായ്ക്കുന്ന കുള്ളനിറത്തിൽപ്പെട്ട ലൈഫ് ലോങ് കൂടുതലുള്ള 40 വർഷം വരെ നമുക്ക് കരിക്ക് വെട്ടാം. ആ ഇനത്തിലോ അത് മാത്രമല്ല, ഈൽഡ് ഒരുപാട് കൂടുതലാണ്. ഒരു നാടൻ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ 7 വർഷം എടുക്കും അത് കായ്ക്കാൻ. അതിനകത്ത് ഈൽഡ് എന്ന് പറയുന്നത് ഒരു 150 തേങ്ങയിൽ കൂടുതൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. പക്ഷെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2.5 വർഷത്തിൽ നമുക്ക് കായ് വെട്ടാൻ തുടങ്ങാം. അത് മാത്രമല്ല 300 മുതൽ 400 കരിക്ക് വരെ ഒരു വർഷത്തിൽ നമുക്ക് വെട്ടാൻ സാധിക്കും. പക്ഷെ വളവും അതുപോലെ നമ്മൾ ചെയ്യണം.